അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വളരെ അതായത് ഉത്രാടത്തിന്റെ തലേ ദിവസമായി ഓണത്തിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒക്കെ അതിന്റെ ആ ഒരു ഓടിപ്പാച്ചിലാണല്ലോ അപ്പം ഇന്ന്. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചാൽ ഓണത്തിന്റെ മുമ്പ് അതായത് നമ്മൾ കൂടുതൽ ഞങ്ങൾ വെച്ചാൽ ഈ നമ്മളെ വറുത്തപ്പേരി ശർക്കരപ്പേരി പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങലാണ്. വറുത്തപ്പേരി ഇവിടെ വീട്ടിലുണ്ടാക്കും. അപ്പോൾ ആ വറുത്തപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ ഓണത്തിന്റെ പഴയ ഓർമ്മകളും കാര്യങ്ങളായിട്ട് അമ്മ അതൊന്ന് അയവിറക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് വറുത്തപ്പേരി ഉണ്ടാക്കി വെക്കലാണ്. അപ്പോൾ അത് ആദ്യം ചെയ്യാം. നമ്മൾ അധികം വേണ്ട, ഞങ്ങൾക്ക് ആകെ വളരെ കുറച്ചല്ലേ വേണ്ടു, വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഈ 2 പച്ചനേന്ത്രക്കായ അത് മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് ഇതോടെ അങ്ങോട്ട് പൊളിച്ചെടുക്കട്ടെ. ഇതാ നമ്മളിത് മഞ്ഞപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഒന്നിന് മുറിച്ചിട്ടു, നിലയിൽ ആ പാത്രത്തിൽ കൊള്ളുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അതൊക്കെ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് ആ ഒരു ഈർപ്പം അതൊക്കെ തുടച്ചെടുത്തു. ഇനി നമുക്ക് നുറുക്കാം. ഇതെടുത്തിട്ട് നമുക്ക് 4 കീറാക്കാം. ഇതാ നമ്മളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇവിടെ ഉണ്ട്. നമുക്ക് ഏതായാലും ഒരു ട്രിപ്പ് കുറച്ചിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം കുടഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നമുക്കിത് കോരിയെടുക്കാം. ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വറുത്തപ്പേരി ഇവിടെ കുപ്പിയിലാക്കി വെച്ചു. പിന്നെ ശർക്കരപ്പേരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, അതിവിടെ ഉണ്ട്. അപ്പോൾ വറുത്തപ്പേരി ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് വെച്ചാൽ നമ്മൾ പഴയ ആ ഒരു ഓണം ഓർമ്മകൾ അതൊന്ന് പങ്കിടുന്നുണ്ട്. ഇനി അതാണ് പഴയ ആ ഒരു ഓണത്തിൻ്റെ ഓർമ്മകൾ കുറച്ചൊന്ന് നമുക്ക് അയവിറക്കാം. അതിൻ്റെ രസമാണല്ലോ. അപ്പോൾ ഏതായാലും അമ്മ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പഴയ ഓണത്തിൻ്റെ ഓർമ്മകൾ. അത്തം കഴിഞ്ഞാൽ പിന്നെ ഉത്രാടും തിരുവോണവും അതാണ് കാര്യപ്പെട്ടത്. അത്തം മുതൽക്കാണ് പൂവിടുക. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് തൃക്കാക്കരപ്പന വയ്ക്കുക. വീടിന് പണ്ടെണ്ണ പൂവല്ല, പറമ്പത്ത് തന്നെ ഇഷ്ടം പോലെ പൂവുണ്ടാവും. ഒരാക്കാടി പൂവ്, തുമ്പപ്പൂവ്,
കോരിപ്പൂവ് അങ്ങനെ പല പൂവും അങ്ങനെ പറിച്ച് മുറ്റത്തിടാണ്ടാവും. അങ്ങനെ വാങ്ങണ്ട. തേക്കിൻ്റെ ഇലയിൽ കുമ്പിളുത്തിയിട്ട് അമ്പലപ്പറമ്പിൽ നിന്നൊക്കെയാണ് പറിക്കുക തുമ്പപ്പൂവ്. തുമ്പപ്പൂവാണ് കാര്യപ്പെട്ടത്. അന്നൊക്കെ സാധാരണ നിലമാണ്, ചാണം തളിക്കണം, കരിയും ചാണകമൊക്കെ കൂട്ടിയിട്ട് പഠിക്കുക ചെയ്യുക. ഇന്നിപ്പോൾ അതല്ലല്ലോ, അന്നൊക്കെ ടൈൽസല്ലേ. അന്നൊക്കെ കാര്യപ്പെട്ട് കുട്ടികളാണ്, പൂ പറിക്കാൻ കാര്യപ്പെട്ട് കുട്ടികളാണ്. പൂവിടലോ? പൂവിടുന്നത് വലിയ ആൾക്കാർ ആണല്ലേ. ആ. നമ്മള് ഓണത്തിന്റെ പൂവ് കാര്യങ്ങൾ ഒക്കെ അത് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഓണ സദ്യ. പിന്നെ ഓണത്തിന് കാര്യപ്പെട്ട് ഉത്രാടത്തിൻ്റെ അന്നും തിരുവോണത്തിൻ്റെ അന്നുള്ള സദ്യ. അന്നൊക്കെ പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും, കൃഷിയുള്ള കാലമാണ്. പീടികയിൽ നിന്നൊന്നും മേടിക്കണ്ട. എല്ലാ പച്ചക്കറികളും ഉണ്ട് അല്ലേ? എല്ലാ പച്ചക്കറികളും കൃഷികൾ. വെണ്ട, മത്തൻ, കുമ്പളൊക്കെ തൊടിയിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ പീടികയിൽ നിന്ന് വാങ്ങണം. അപ്പോൾ ശർക്കരപ്പേരി, വത്തപ്പേരി, പുളിയിഞ്ചി പിന്നെ ഒക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വയ്ക്കും. ഒക്കെ വീട്ടിലുണ്ടാക്കുക ചെയ്യുക. നമുക്ക് സദ്യക്ക് പ്രധാനമായിട്ട് പായസം ഉണങ്ങലേരിയാണ്. അതെങ്ങനെയാ? പാൽപ്പായസമായിട്ടോ? പാൽപ്പായസമായിട്ട്. പിന്നെ പ്രധാന അടയാണ്. അട ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അന്ന് അങ്ങനെ ഉണ്ടാക്കലല്ലേ? അന്ന് അങ്ങനെ വാങ്ങലല്ലോ. വാങ്ങലല്ല. അരിയൊക്കെ അരി കൊണ്ട് തന്നെ വീട്ടിലട ഉണ്ടാക്കൂലേ? അട ഉണ്ടാക്കും. പിന്നെ ഓണം കഴിഞ്ഞാൽ ഓണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കളികളാണ്. കുട്ടികൾ പിന്നെ ഓടി കളിക്കും, തൊപ്പി തുള്ള പല കളി ഉണ്ടല്ലോ, തായം കളിക്കുക. അങ്ങനെയുള്ള കളികളൊക്കെ കുട്ടികൾ കളിക്കും. പിന്നെ മാവേലിനെ നേദിക്കൽ, അടയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മാവേലിനെ നേദിക്കുക. അത് പൂജയായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യൂലേ? പൂജയായിട്ട്. അത് ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ പൂജിക്കും. അന്നൊക്കെ പിന്നെ പറയാം അത്തം കറുത്ത ഓണം വെളുക്കുന്നു. പിന്നെ ഓണത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത് ഓണക്കോടി. അന്നൊക്കെ ഓണക്കോടി കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. ഓണക്കോടി കൊടുത്ത്. അതിപ്പോ അന്ന് എന്തൊക്കെ തരത്തിലായിരുന്നു അന്നത്തെ ഒരു ഡ്രസ്സ്? എങ്ങനെയാണ് അന്നൊക്കെ? നേരത്തെ ഭാഗത്ത് തന്നെ കുട്ടികൾക്ക് പാവാടിയും കുപ്പായും. ഇന്നത്തെ പോലെ പുതിയ തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല. അല്ലല്ല, ചെറിയ തുണിക്കടയുള്ളൂ. ഒക്കെ വലിയ തുണിക്കടയാണല്ലോ. അപ്പൊ അവിടുന്ന് വാങ്ങിക്കല്ലേ? ചെറിയ ചെറിയ കടകള്. ചെറിയ കടയാണ്. അന്ന് അതേ ഉള്ളൂ. അപ്പൊ അവിടുന്ന് വാങ്ങും. അന്നൊക്കെ തുന്നലാണ്, റെഡിമെയ്ഡ് ഒന്നല്ല. ഒക്കെ തുന്നക്കാർ തുന്നു ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ഒരു ഓണം എൻ്റെ ഓർമ്മയില്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ആ ഒരു ഓണത്തിന്റെ നമ്മൾ ചെറുതായിട്ടൊന്ന് അയവിറക്കി നമ്മള് ആ ഒരു ഓർമ്മകള്. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് ഇപ്പോ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും അതുപോലെയുള്ള ഇതിലൊക്കെ ആ ഒരു ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളൊരു ഓർമ്മകൾ അയവിറക്കുക, ആ ഒരു ഇത് രസമാണ്. അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കാലഘട്ടങ്ങളൊക്കെ മാറി. ഇപ്പൊ ഞങ്ങളായപ്പോഴും അതെ, അത്യാവശ്യം ഞങ്ങൾക്ക് അതെ രസമാണ്. ഞങ്ങൾക്ക് അവിടെ നാട്ടില് നല്ല രസമായിരുന്നു. അത് പിന്നെ പിന്നെ ഓണക്കളികള് അങ്ങനെ ആയിട്ടുള്ള പഴയ, അപ്പോഴേക്ക് പഴയ കാലത്ത് നിന്നൊക്കെ മാറിയിട്ടാണെങ്കിലും കുറച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ പലതരത്തിലുള്ള കളികൾ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ കളിക്കും. പിന്നെ അമ്പലത്തിന്റെ ആ ഒരു മുമ്പിലും ഒക്കെ ആയിട്ട് ഒഴിഞ്ഞ പറമ്പുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അന്ന്. അപ്പൊ അവിടേക്കായിരുന്നു ഞങ്ങള് ഓണത്തിനുള്ള ആ ഒരു കളികള്. പിന്നെ അന്നത്തെ ദിവസം നമ്മള് ഉച്ചയ്ക്ക് പിന്നെ പറഞ്ഞ പോലെ ഈ കളീന്റെ ഇടയിൽ തന്നെയാണ്. അതായത് രാവിലെ തന്നെ തുടങ്ങും കളികൾ. അതായത് രാവിലത്തെ ചായപലഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളി തുടങ്ങി. അപ്പൊ ആ കളിന്റെ ഇടയിലാണ് പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് വിശ്രമിച്ചിട്ട് പിന്നെ വീണ്ടും കളി തുടങ്ങും. അപ്പൊ നമ്മൾ ഈ ഓണത്തിന്റെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള കളികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സാധാരണ പോലെയുള്ള ഓടിച്ചാടി കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഊണ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങനത്തെ കളികളല്ല, പിന്നെ കുറച്ച് ഇരുന്നിട്ടുള്ള ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അന്നുകൊണ്ട് തായങ്കളിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കളികളൊക്കെ ആയിട്ട് അങ്ങനെ ഊണ് കഴിഞ്ഞ ശേഷമാണല്ലോ. അന്നാവുമ്പോൾ പിന്നെ എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യും, കാരണം എല്ലാ വിഭവങ്ങളും പായസമൊക്കെ കൂട്ടിയിട്ടാവുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കളികളും കാര്യങ്ങളൊക്കെ അന്നും അതെ രസമാണ്. പിന്നെ ഇപ്പോ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന പഴയ കാലത്ത് ആഘോഷിക്കുന്നത് അങ്ങനത്തെ ഒരു രീതി, ആ ഒരു പരമ്പരാഗതമായ രീതികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും വളരെ ഗംഭീരമായിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ ഇപ്പൊ തന്നെ കണ്ടില്ലേ. പിന്നെ ഇപ്പൊ അന്നത്തെ പോലെയല്ല, നമുക്ക് സ്കൂളുകളിൽ, കോളേജുകളിൽ, അതുപോലെ മറ്റ് ഓഫീസുകളിലാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലായിട്ട് ഓണാഘോഷം വളരെ കേമായിട്ട് തന്നെ ഇപ്രാവശ്യം നടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് ഓരോ കൊല്ലത്തിലും ആഘോഷങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഉത്രാടം ഉണ്ട്, തിരുവോണം നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഉത്രാടം തിരുവോണമായി. അപ്പൊ നമുക്ക് അത്തരം വിശേഷങ്ങൾ, ആ ഒരു വിശേഷങ്ങൾ പങ്കിടാണ്ട്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമുക്ക് ഈ ആഘോഷങ്ങൾക്കൊക്കെ ഏറ്റവും ഒരു ഇത് നമുക്ക് തലേ ദിവസമാണ്. അതായത് അന്നത്തെ ദിവസത്തിലേറെ ഒരു തിരക്കാണ് ഈ തലേ ദിവസം
നല്ല ഓടി പാഞ്ഞിട്ടില്ല. ഇന്നിപ്പോ കുറച്ച് മഴയൊക്കെ ഉണ്ട് ഇപ്പൊ. ഇന്ന് നമുക്ക് അത്തത്തിന് വെയിലായിരുന്നല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ വെച്ചാൽ ഇനിയിപ്പോ ഓണവിശേഷങ്ങള് വളരെ ഗേയമായിട്ടുള്ള ഓണവിശേഷങ്ങൾ 2 ദിവസത്തെ ആ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.